ഇന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്. പൊതുജനാരോഗ്യത്തിലും സമ്പദ് വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും പുകയിലയുടെ ദോഷഫലങ്ങളെ ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പുകയില ഓരോ വർഷവും 80 ലക്ഷം ആളുകളെ കൊല്ലുന്നു. ഇതിൽ 70 ലക്ഷം മരണങ്ങൾ നേരിട്ടുള്ള പുകയില ഉപയോഗത്തിൻ്റെ ഫലമാണ്. അതേസമയം 12 ലക്ഷം പേർ പുക വലിക്കാത്തവരാണ്. നമുക്കറിയാം പുകയില ഉപയോഗത്തിൻ്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ക്യാൻസറിന്റെ വിവിധ രൂപങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി രോഗങ്ങൾക്കുള്ള പ്രധാന അപകട ഘടകമാണ് പുകവലി. ക്രോണിക് ഒബ്സ്ട്രാക്റ്റീവ് പൾമണറി ഡിസീസ്, ശ്വാസകോശ അർബുദം എന്നിവ പുകവലിക്കാർക്കിടയിൽ പ്രത്യേകിച്ചും വ്യാപകമാണ്. കൂടാതെ പുകവലി ശ്വസിക്കേണ്ടി വരുന്ന കുട്ടികളും ഗർഭിണികളും ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ, പെട്ടെന്നുള്ള ശിശുമരണ സിൻഡ്രോം, കുറഞ്ഞ ജനനഭാരം എന്നിവയിലേക്ക് നയിക്കുന്നു. വെല്ലുവിളികൾ അംഗീകരിക്കുവാനും പുകയില രഹിത ലോകം സൃഷ്ടിക്കുവാനുമുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാനുമുള്ള ദിവസമാണിത്. ഒരുമിച്ച് പ്രവർത്തിക്കുകയും നിർണായകമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ പുകയിലയുടെ ദോഷകരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് നിലവിലെയും ഭാവിയിലെയും തലമുറകളെ സംരക്ഷിക്കുവാനും ആരോഗ്യകരവും കൂടാതെ സുസ്ഥിരവുമായ ഭാവിയിലേക്ക് നീങ്ങുവാനും നമുക്ക് കഴിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ നീതു ജോൺ നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു ജോൺ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനാണ്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഓരോ വർഷവും 8 മില്യൺ മരണങ്ങൾ ലോകമെമ്പാടും പുകയില മൂലം ഉണ്ടാകുന്നുണ്ട്. പാസീവ് സ്മോക്കിങ്ങിലൂടെ പുകവലിക്കുന്നവരുമായി അടുത്ത് ഇടപഴകുന്നവരിൽ 1.2 മില്യൺ ആളുകളാണ് ഓരോ വർഷവും ലോകത്തിൽ മരണപ്പെടുന്നത്. പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. പുകവലി കാരണം എന്തുകൊണ്ടാണ് ഇത്രയും മരണങ്ങൾ സംഭവിക്കുന്നത്? പുകവലി നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ അവയവങ്ങളെയാണ് ഗുരുതരമായി ബാധിക്കുന്നതെന്ന് നോക്കാം. പുകവലി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഹൃദയാഘാതം അഥവാ കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മളെല്ലാവരും ഹാർട്ട് അറ്റാക്ക് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ അസുഖത്തിന് 4 പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സാണുള്ളത്. അത് 4 നമ്മുടെ ജീവിതശൈലിയുമായി വളരെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനമായിട്ടും സ്മോക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ, പ്രമേഹം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസോ മറ്റ് കാര്യപ്പെട്ട ആയാസമുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. ഈ 4 റിസ്ക് ഫാക്ടേഴ്സിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ഗുരുതരമായ റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് തന്നെയാണ്. പുകവലി ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ശരീരത്തിൻ്റെ ഒട്ടുമിക്ക അവയവങ്ങളെയും ബാധിക്കുന്ന ക്യാൻസറുകൾ, അർബുദങ്ങൾക്ക് പുകവലി ഒരു കാരണമായിരിക്കുന്നു എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ക്യാൻസറുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ശ്വാസകോശാർബുദം, കിഡ്നിയെ ബാധിക്കുന്ന ക്യാൻസറുകൾ, കരളിനെ ബാധിക്കുന്ന ക്യാൻസറുകൾ, സ്റ്റൊമക്ക്, ലാരിങ്സ് അഥവാ വോയിസ് ബോക്സ്, ഇതിലെല്ലാം ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് സ്മോക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ആണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നിരന്തരമായി വർഷങ്ങളോളം പുകവലിക്കുന്ന ഒരാൾക്ക് വരാവുന്ന മറ്റൊരു അസുഖമാണ് COPD അഥവാ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും ശ്വാസ തടസ്സം മൂലം നിരന്തരമായിട്ടുള്ള പുകവലി കാരണം ശരിയായ രീതിയിൽ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടി അത് പിന്നീട് റൈറ്റ് ഹാർട്ട് ഫെയിലിയറിലേക്ക്, അതായത് ഹൃദയം ഫെയിലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും അതുമൂലം മരണം വരെ സംഭവിക്കാവുന്ന വളരെ ഡെബിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖമാണ് COPD. ഇതുപോലെ തന്നെ പുകവലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആൻഡ് സെക്ഷൽ ഹെൽത്തിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. നിരന്തരമായ പുകവലി നമ്മുടെ ടോട്ടൽ സ്പേം കൗണ്ട് കുറയ്ക്കാനും വന്ധ്യതയ്ക്കും കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള അവസ്ഥയ്ക്കും കാരണമാകാറുണ്ടെന്ന് ഉള്ള കാര്യവും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. സ്ത്രീകളിൽ പുകവലി അബോർഷൻസും പുരുഷന്മാരിലേക്കാൾ കൂടുതൽ അപകടകരമാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കാലുകളിലേക്കും കൈകളിലേക്കുമുള്ള രക്തയോട്ടത്തിനും നിരന്തരമായ പുകവലി തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. അത് പിന്നീട് നമ്മുടെ കാലുകളും കൈകളും മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി നമ്മൾ സ്വയവും മറ്റുള്ളവരെയും പുകവലിയിൽ നിന്ന്
മോചിതരാക്കുക എന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യമായി തന്നെ കൈക്കൊള്ളേണ്ടതാണ്. ജീവിതം തന്നെ ഒരു ലഹരിയാക്കി മാറ്റുക, പക്ഷെ ഒരിക്കലും അത് ലഹരി വസ്തുക്കളെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ലഹരിയാകരുത്. നമ്മൾ ജീവിതത്തിലെ ജീവിച്ചു തീർക്കുന്ന ഓരോ നിമിഷങ്ങളും ഇനി തിരിച്ചു കിട്ടാൻ പറ്റാത്ത നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ നാളെ നമ്മളെ വലിയ കുഴിയിലേക്കും വലിയ വിജയങ്ങളിലേക്കും എത്തിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ലഹരി വസ്തുക്കളെ ആശ്രയിക്കുമ്പോൾ നാളെ അതിനുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടി സഹിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുകവലിയിൽ നിന്നും എപ്പോഴും പിന്തിരിഞ്ഞു നിൽക്കുക. പുകവലി മാത്രമല്ല, മറ്റു ലഹരി പദാർത്ഥങ്ങളോടും എപ്പോഴും ഒരു നോ പറയാൻ റെഡിയായിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.